ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ചക്കപ്പുഴുക്കിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ പാട്ട് നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡുമായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു സ്കിൻ കെയറിനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡാണിത്. നമ്മളെല്ലാവരും, മനുഷ്യരായ നമ്മളെല്ലാവരും ഈ മനോഹര തീരത്ത്, ഈ സുന്ദരമായ ഈ ഭൂമിയിൽ കുറച്ച് നാളും കൂടെ ആയുസ് നീട്ടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് നോർമലി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ചുരുക്കം ചിലപ്പോഴെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി നമ്മളിൽ കുറച്ച് പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, ഓഹ് ഇരിച്ച് മതിയായി, നിങ്ങൾ മരിച്ച മതിയായിരുന്നു, മടുത്ത് ഞാൻ എന്നൊക്കെ. ഞാനൊക്കെ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പലവട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അതൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് പറയുന്നതല്ല, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം ഈ സുന്ദരമായ ഭൂമിയിൽ ഒത്തിരിയും നീണ്ട ആയുസ്സൊന്നും കിട്ടിയില്ലെങ്കിലും ഉള്ള ഒരു കൊച്ചു ജന്മം, ഈ ആയുസ് സന്തോഷത്തോടുകൂടിയും ആരോഗ്യത്തോടുകൂടിയും സൗന്ദര്യത്തോടുകൂടിയും ഒക്കെ ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിൽ സുന്ദരമായൊരു ഓർമ്മയായിട്ട്, ഒരു സുന്ദര സ്വപ്നമായിട്ട് നമ്മൾ അവസാനം മറഞ്ഞകലും. അങ്ങനെ അകലാൻ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ സ്കിൻ കെയർ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അകത്ത് വരുന്നതാണ് സ്കിൻ കെയർ. നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന, ഡയറ്റൊക്കെ നോക്കുന്നത്, അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അപ്പം ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറുപ്പത്തിൻ്റേതായ ഒരു തിളക്കം നമ്മുടെ മുഖത്ത് എപ്പോഴും ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും, ഒരു കെയർ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും അത് പ്രകൃതി തരുന്ന, അല്ലെ നാച്ചുറലായിട്ടുള്ള ഒരു 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 പ്രസരിപ്പ് എപ്പോഴും നമുക്കുണ്ട്. അതൊരു നമ്മളൊരു 40കളൊക്കെ പിന്നിടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഈ കൂടുതൽ സ്കിൻ കെയറിൻ്റെ ഒക്കെ ഒരു ആവശ്യം വരുന്നത്. അതുവരെ നമുക്ക് സത്യം പറഞ്ഞാൽ സമയവും കിട്ടത്തില്ല. കൊച്ചുങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ അലഞ്ഞ് വലഞ്ഞ് നടന്ന്, ജോലിക്കാരാണെങ്കിൽ ജോലിയും ചെയ്യണം, പിള്ളേരെ നോക്കണം, ഇതെല്ലാം കൂടെ ആകുമ്പോൾ നമ്മളൊരു ഓട്ടമാണ് മൊത്തം. അതെല്ലാം കഴിഞ്ഞ് ആ ഓട്ടത്തിൻ്റെ ചെറിയ ഒരു ഇൻ്റർവെൽ, അല്ലെങ്കിൽ നമുക്കതിനൊരു സ്പീഡ് കുറയുന്നത് ഈ 40കൾ കഴിയുമ്പോൾ പിള്ളേരൊക്കെ വലുതാകും, അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാറാകും. അപ്പോൾ എല്ലാറ്റിനുമുണ്ട് ഒരു സമയം. ബൈബിളിൽ എഴുതിയിരിക്കുന്ന പോലെ നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാനും നമ്മളെ തന്നെ കരുതാനും ഒക്കെ ആയിട്ട് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന ഒരു സമയമാണ് ഈ 40കൾ കഴിഞ്ഞുള്ള സമയം എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം നമ്മളെ കരുതിയില്ല പിന്നെ വേറെ ആര് കരുതാനാണ്? തനിക്ക് താനും പുരയ്ക്ക് തൂണു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഉടയ തമ്പുരാനും മാത്രമേ ഉള്ളൂ നമ്മളെ ഏറ്റവും കൂടുതലായിട്ട് കരുതുന്നത്. നമ്മൾ എത്ര സ്നേഹിക്കുന്നവരാണെങ്കിൽ പോലും മാനുഷിക ബന്ധങ്ങൾക്ക് നമ്മളെ കരുതുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും സ്നേഹിക്കുന്നതിനും ഒക്കെ അതിൻ്റേതായ പരിമിതികളുണ്ട്, അല്ലേ? അപ്പം നമ്മൾ തന്നെ നമ്മളെ അങ്ങ് സ്നേഹിച്ച് കൊല്ലണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത്. അപ്പം ചിലരുടെ സ്കിന്നും ചിലരുടെ ഒരു ശരീരപ്രകൃതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ജന്മം കൊണ്ട് തന്നെ അവരുടെ ശരീരപ്രകൃതി അങ്ങനെയായിരിക്കും. അധികം പ്രായം തോന്നിക്കുകയല്ല. പ്രായം ഉണ്ടെങ്കിലും പ്രായം തോന്നിക്കത്തില്ല. ചിലർക്ക് പ്രായമില്ലെങ്കിലും അതിൽ കവിഞ്ഞ പ്രായം തോന്നിക്കുന്നവരും ഉണ്ട്. അപ്പം ഈ നമ്മൾ കുറച്ച് നമ്മുടെ സ്കിന്ന്, നമ്മുടെ ആരോഗ്യം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ശ്രദ്ധിച്ചാൽ, നമ്മളിലേക്ക് തന്നെ കുറച്ച് ഫോക്കസ് ചെയ്താൽ നമുക്കത് കുറച്ചും കൂടെ നന്നായിട്ട് പോകും. എന്തായാലും പ്രായമാകുമ്പോൾ നമ്മൾ പ്രായമാകാതെ അതിനെ തടുക്കാൻ ആർക്കും പറ്റിയല്ല. പക്ഷേ ഗ്രേസ്ഫുള്ളി ഏജിങ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്ലോലി ആ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത്. പ്രോസസ്സിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത്. അപ്പം സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് തൈരും തക്കാളിയുമാണ്. നമ്മുടെ അടുക്കളയിൽ സുലഭമായിട്ട് കിട്ടുന്ന 2 കാര്യങ്ങൾ ഉപയോഗിച്ച് ആദ്യം ഞാൻ ഒത്തിരിയും കാര്യങ്ങൾ, ഫ്ലാക്സ് സീഡ് വെച്ച്, പിന്നെ ഇരട്ടി മധുരം, രക്തചന്ദനം, കസ്തൂരി മഞ്ഞൾ, ഇതെല്ലാം വെച്ച് ഞാൻ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാറുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ നമുക്കൊരു സന്തോഷമാണ്. എല്ലാം മിക്സ് ചെയ്ത് അതൊരു സാധനം ഉണ്ടായി വരുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അത് കഴുകി കളയുമ്പോൾ നമുക്കൊരു ഇച്ചിരി ഒരു ഗ്ലോ വന്ന പോലെ തോന്നുന്നു. അതൊക്കെ നമുക്ക് ഒത്തിരി മനസ്സിന് പോസിറ്റീവ് എനർജി, അത് ഇഷ്ടത്തോടു കൂടി നമ്മൾ ചെയ്യണം. എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ, ഇഷ്ടപ്പെട്ട റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ടും അതുപോലെ ഒരു കഷ്ടപ്പാട് നിറഞ്ഞതായിരിക്കും. നമുക്കതിനൊക്കെ ഒരു താല്പര്യം വേണം. ചിലർക്ക് ഇതിനോടൊക്കെ ഇത്ര വയസ്സായി, ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ, അങ്ങനെയൊക്കെ ഉള്ളവർ, അവരോടല്ല ഞാനിത്, അവർക്ക് വേണ്ടിയിട്ടല്ല.
അല്ലാതെ ഇതിന് താല്പര്യമുള്ളവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ആദ്യമേ തന്നെ നമ്മളൊരു സ്കിൻ കെയർ ചെയ്യുമ്പോഴേ നമ്മുടെ സ്കിൻ ടൈപ്പ് നമ്മൾ അറിഞ്ഞിരിക്കും. നമ്മൾ ഡ്രൈ സ്കിന്നാണോ ഓയിലി സ്കിന്നാണോ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ തൈരോ പാലോ ഒക്കെ എല്ലാം ഈ പായ്ക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യാനും ചുമ്മാതെ മുഖത്ത് യൂസ് ചെയ്യാനും ഒക്കെ കുഴപ്പമില്ല, നല്ലതാണ്. അതേ സമയത്ത് ഓയിലി സ്കിന്നുള്ളവർ അവർക്ക് പിമ്പിൾസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഒത്തിരി ഇങ്ങനത്തെയൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അവർ ചുമ്മാതെ വെറും വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ അങ്ങനത്തെയൊക്കെ ഉപയോഗിച്ച് ഈ ഫേസ് പാക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് അത് ഉപയോഗിക്കുക. പിന്നെ ചിലതിനോടൊക്കെ അലർജി കാണും, എല്ലാവർക്കും എല്ലാം. ചിലർ സ്കിന്നൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. കസ്തൂരി മഞ്ഞളൊക്കെ ചിലർക്കൊക്കെ ഭയങ്കര എരിച്ചിലുണ്ടാക്കുകയും അലർജി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളൊരു പായ്ക്ക് ഉണ്ടാക്കുകയാണ് ഇച്ചിരി ഒരു പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ കുറച്ചിങ്ങനെ ചെവിയുടെ പുറകിലോ അല്ലെ കൈ റിസ്റ്റിൻ്റെ എവിടെയായിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് തേച്ച് നോക്കുക, വല്ല കുഴപ്പമുണ്ടോ. എനിക്ക് ദൈവാനുഗ്രഹത്തെ ഇതുവരെ അങ്ങനെയൊന്നും കുഴപ്പമില്ല. എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഈ സ്കിൻ കെയർ എങ്ങനെയാണ് ഷൈൻ ചെയ്യുന്നതെന്നൊക്കെ. ഞാൻ പ്രത്യേകമായിട്ടൊരു സ്കിൻ കെയറിനെ കുറിച്ച് പറയാനൊരു സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യനോ ഒന്നുമല്ല. ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ചോദിച്ചതുകൊണ്ട്, പലരും ചോദിച്ചതുകൊണ്ട് എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി ഒരു ഷൈനി ഈടെ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പം ഷൈനിയൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തുടക്കത്തിൽ നമ്മുടെ അടുക്കളയിൽ സുലഭമായിട്ട് കിട്ടുന്ന കാര്യങ്ങളിൽ നിന്ന് ആദ്യം തുടക്കാമെന്ന് വിചാരിച്ചു. ഇനി മുമ്പോട്ടൊക്കെ ഞാൻ സ്കിൻ കെയർ എപ്പിസോഡ് ഇടയ്ക്ക് ചെയ്യാം. അന്നേരം വേറെ പല കാര്യങ്ങൾ പറയാം. അല്ല, ഒരെണ്ണത്തിൻ്റെ അകത്ത് തന്നെ ഒത്തിരി പറയാൻ ശ്രമിച്ചാൽ അത് ഒത്തിരി വലിയ എപ്പിസോഡായി പോകും, നിങ്ങളാരും കാണത്തില്ല. അല്ലേ തന്നെയും നമുക്ക് വളരെ കുറച്ച് യൂസേ ഉള്ളൂ. അപ്പോൾ തൈരും തക്കാളിയും, അതാണ് നമ്മുടെ അടുക്കളയിലുള്ള 2 കാര്യങ്ങൾ വെച്ചാണ് നമ്മുടെ തൈര് മാജിക്ക് തക്കാളി മാജിക്ക്. ഞാൻ പറയും തൈരും തേനും തക്കാളിയും തേനും, അങ്ങനെ 2 താകൾ തമ്മിലുള്ള ഒരു കളിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പം തൈരെന്ന് പറയുന്ന ഒരു നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻറ്റാണ്. അപ്പോൾ അത് നമ്മൾ ലാക്റ്റിക് ആസിഡൊക്കെ ഉള്ള, അപ്പോൾ നമ്മൾ അത് മുഖത്ത് ചുമ്മാ ഒരു ഫേഷ്യൽ ക്ലീൻസറായിട്ട് പോലും നമ്മൾ ഇച്ചിരി തൈരെടുത്തിട്ട് ഇങ്ങനെ കയ്യിലിങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ അപ്വേർഡ് മോഷനിൽ നമ്മൾ ഏത് ഫേസ് മസാജ് ചെയ്യുവാണെങ്കിലും മുഖത്തിന് ക്രീം ഇടുവാണെങ്കിലും എല്ലാം ഇങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം നമ്മളിങ്ങനെ കാളം പൂളമൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമുക്കില്ലാത്ത റിങ്കിൾ വരും, ഉള്ള റിങ്കിൾ കൂടും, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം തൈരിനെ നമുക്ക് ചുമ്മാതെ ഒരു ഫേസ് മസാജറായിട്ടോ ക്ലീൻസറായിട്ടോ ഒക്കെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇച്ചിരി തൈര് മുഖത്ത് കയ്യിലെടുത്തിട്ട് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് ഒന്ന് കഴുകിക്കളയുക. അതിൻ്റെ കൂടെ തൈരിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫേഷ്യൽ ക്ലീൻസറൊക്കെ ഉപയോഗിക്കുമല്ലോ വെളിയിൽ നിന്ന് മേടിക്കുന്നത്, അത് ഉപയോഗിക്കുക. അതിൻ്റെ ഇടയ്ക്ക് തൈര് ഇങ്ങനെ ഡെയിലി ഉപയോഗിക്കുക, മറ്റേ ക്ലീൻസർ ഉപയോഗിച്ചും ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യുക, അങ്ങനെ. അപ്പോൾ എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് പായ്ക്കൊക്കെ ഇടുന്നതിന് ഇപ്പുറം നമ്മുടെ മുഖം എപ്പോഴും ക്ലീൻ ആയിരിക്കണം. സ്കിൻ എപ്പോഴും ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പായ്ക്ക് നമ്മൾ ഉണ്ടാക്കണം, ഒന്നെങ്കിൽ ആ പായ്ക്കിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആദ്യം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് മുഖം ആദ്യം ഒന്ന് കഴുകി കളഞ്ഞിട്ട് ബാക്കിയുള്ളതൊരു ഫേസ് പായ്ക്കായിട്ട് ഇടുക, അങ്ങനെ. അപ്പോൾ തൈരിൻ്റെ കൂടെ തേൻ ആഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഫേസ് മസാജ് ചെയ്യാം. പിന്നെ ഓരോരോ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ കൂടെ കൂടുതൽ വരുന്തോറും കൂടുതൽ അതിൻ്റെ ഗുണം കൂടും, അല്ലേ. തൈരിൻ്റെ കൂടെ തേൻ ആഡ് ചെയ്തു, പിന്നെ കാപ്പിപ്പൊടി, ഇച്ചിരി ഇരുണ്ട നിറം എന്നെ പോലെയൊക്കെ ഉള്ളവർക്കൊക്കെ എനിക്ക് വളരെ മച്ചമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കാപ്പിപ്പൊടി. തൈരും തേനും കാപ്പിപ്പൊടിയും കൂടെ ആകുമ്പം നിങ്ങൾ വിചാരിക്കാതെ ഇപ്പം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മുഖത്ത് തേക്കുക, ഒന്ന് വായിൽ വയ്ക്കുക, അങ്ങനെ വെക്കാം. കാരണം അതൊരു നല്ല ടേസ്റ്റുള്ള സാധനവും കൂടെയാണ്, ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. അങ്ങനത്തെ ആ തൈര്, തേന്, കാപ്പിപ്പൊടി, പിന്നെ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യാം അതിൻ്റെ അകത്ത്. അതൊരു ഫേസ് പായ്ക്കായിട്ട് നമുക്ക് ആദ്യം തൈരും തേനും കൂടെ ഒന്ന് വെച്ച് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പഞ്ചസാര ആഡ് ചെയ്താലും ഈ മൊത്തം മിക്സിൻ്റെ അകത്ത് ഇച്ചിരി പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് കഴിയുമ്പോൾ ഒരു ഫേസ് സ്ക്രബായിട്ട് അത് മാറും. അല്ലെ ആദ്യം തൈരും തേനും പഞ്ചസാരയും കൂടെ ഒരു സ്ക്രബ് പോലെ വെച്ച് മുഖം ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ഈ തേനും കാപ്പിപ്പൊടിയും പഞ്ചസാര വേണ്ട, പിന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചസാര മാറ്റിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കസ്തൂരി മഞ്ഞളും എല്ലാം ഇട്ട്. കസ്തൂരി മഞ്ഞളൊക്കെ അലർജി ഉള്ളവർ ഉപയോഗിക്കരുത്, ഞാൻ പ്രത്യേകം പറയുകയാണ്, എനിക്കത് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് നമ്മളൊരു പായ്ക്കായിട്ട് ഇടുക. എന്നിട്ട് നമ്മളതിനെ കുറച്ച് സമയം നമ്മുടെ മുഖത്ത് വെച്ച് അത് ഒരു വലിയാനൊക്കെ തുടങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുവരെയും നമ്മളിങ്ങനെ മൗനമായിട്ടിരിക്കുക കുറച്ച് സമയം. ഈ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി വർത്തമാനം പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുഖം ഈ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും റിങ്കിൾസൊക്കെ ഇല്ലെങ്കിൽ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ മൗനമായിട്ടിരിക്കുക. ആ ഒരു പാട്ടുണ്ടല്ലോ, മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ മൗനത്തിന് ശേഷം നമ്മൾ ഫേസ് എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു മധുനിലാവായിട്ട് നമ്മുടെ ചുമ്മാ പറഞ്ഞ അങ്ങനെയൊന്നും മുഖം മാറുമൊന്നുമില്ല. നമുക്ക് നാച്ചുറലി നമുക്കുള്ള ഒരു കളറ്, അത് കറുത്തയാൾ വെളുക്കത്തുമില്ല, വെളുത്തയാൾ ചിലപ്പം കറക്കുമായിരിക്കും. കാരണം വെയിലത്തൂടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ വെളുത്തവരുടെ ശ്രദ്ധിക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഉള്ള കളറ് പോവും. പക്ഷേ അങ്ങനെ കറുത്തവർ വെളുക്കുമൊന്നുമില്ല. പക്ഷെ ഉള്ള ഈ ഗ്ലൂട്ടാത്തിയോഡ് ഇഞ്ചക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ വെളുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല.
പക്ഷെ നോർമലി നമ്മുടെ ഉള്ള ഒരു സ്കിന്നിനെ ഒന്നൊരു ബ്രൈറ്റൺ അപ്പ് ആക്കാനും ഒരു കുറച്ചും കൂടെ ഗ്ലോ വരാനും ഒരു ഫ്രഷ് ആകാനും ഒന്നും കൂടെ ഒക്കെ ഹെൽത്തി ആയിട്ട് സ്കിൻ ഇരിക്കാനും ഒക്കെ ആയിട്ട് പിന്നെ അതിൽ എല്ലാത്തിലും ഉപരിയായിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം അതാണല്ലോ അതൊക്കെ തേച്ച് നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മൾ ആ ഒരു പാക്ക് ഇട്ടതിന് ശേഷം പെട്ടെന്ന് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ ആദ്യം ഒന്ന് ചെറുതായിട്ട് നനച്ച് ഇങ്ങനെ പതുക്കെ മസാജ് ചെയ്തേ കളയാവുള്ളൂ. അതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും. തൈരും തക്കാളിക്കയുടെയൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷെ ഞാനിത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ആദ്യം തുടങ്ങാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അതുപോലെ തക്കാളി അതുപോലെ തന്നെയാണ്, തക്കാളിയുടെ ജ്യൂസും തേനും കൂടെ, തക്കാളി ജ്യൂസ് തന്നെ ഇങ്ങനെ സ്ക്വീസ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കഴിക്കളയുന്നതും മുഖത്തിന് നല്ലതാണ്. അതുകൂടാതെ ഒത്തിരി വേണ്ട പൊട്ടാറ്റോയും ഒക്കെ ഒത്തിരി നല്ലതാണ് മുഖത്തിന്. അതൊക്കെ ഇനി വരും വരുന്ന എപ്പിസോഡുകളിൽ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ പറയാം. അപ്പം ഈ തക്കാളിയും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തേക്കാം. അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്ത് അതിൻ്റെ ഒന്ന് നടുക്കൂടെ കണ്ടിച്ച് രണ്ടാക്കിയിട്ട് അതിൻ്റെ നടുക്കോട്ട് കുറച്ച് ഇങ്ങനെ സ്ക്രബ് ചെയ്യണമെങ്കിൽ ഷുഗറും ഈ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ കാപ്പിപ്പൊടിയും ഇച്ചിരി കസ്തൂരി മഞ്ഞളും എല്ലാം കൂടെ വെച്ചിട്ട് നമ്മളൊരു സ്ക്രബ് പോലെ നമ്മൾ തക്കാളി കൊണ്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് മുഖം മുഴുവൻ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള തക്കാളി പകുതിയുള്ളതിൻ്റെ അകത്തോട്ട് സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ അതിൻ്റെ അകത്ത് ഒന്ന് സ്ക്രബ് ചെയ്തെങ്കിൽ പിന്നെ പഞ്ചസാര ഇടരുത്. ഈ സ്ക്രബ് ചെയ്യുന്നതൊക്കെ നമ്മൾ എവരി അതർ ഡേയോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ ഒക്കെ ചെയ്യാവുള്ളൂ. കാരണം നമ്മുടെ സ്കിന്ന് മുഖത്തേക്ക് ഒത്തിരിയും സോഫ്റ്റാണ്. അത് എപ്പോഴും സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഹാർഷായിട്ടൊക്കെ മാറും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇട്ട് തക്കാളി, തേന്, കാപ്പിപ്പൊടി, കസ്തൂരി മഞ്ഞൾ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സിക്കകത്തൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു ഫേസ് പാക്കായിട്ട് ഇടുക. അങ്ങനെ പിന്നെ അതിന് ശേഷം അലോവേര നമ്മുടെ വീട്ടിൽ വളർത്തുന്നവർ കാണും, നമ്മൾക്കല്ലേ വെളിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതിൻ്റെ ഇങ്ങനെ മുള്ളെല്ലാം ചെത്തി കളഞ്ഞിട്ട് കുത്തി നാട്ടി നിർത്തി അതിൻ്റെ അകത്തെ ആ ഒരു യെല്ലോ ഫ്ലൂയിഡ് ഉണ്ടല്ലോ അതൊക്കെ ഒഴുക്കി കളഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്തെ ജെല്ല് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ സ്പൂൺ കൊണ്ടോ എല്ലാം വടിച്ചെടുത്തിട്ട് വടിച്ചെടുക്കുമ്പോൾ നമ്മൾ ആ ഇലയിലെ കളയണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ തൂക്കുമല്ലേ. എനിക്ക് അനുഭവമുള്ളത് ഒരു ഇല തീർന്നു കഴിയുമ്പോഴേക്കും നമ്മളിങ്ങനെ പല പ്രാവശ്യം കഴുത്താലും മുഖത്തും ഒക്കെ അത് കളയാതെ തൂത്ത് കഴിയുമ്പോൾ അന്നേരം തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് അറിയാം. അലോവേര നല്ലൊരു ബെസ്റ്റ് സാധനമാണ്, ഹെയറിനാണെങ്കിലും മുഖത്തിനാണെങ്കിലും ഒക്കെ സ്കിന്നിനൊക്കെ. അപ്പം അതിൻ്റെ അകത്തേക്ക് അത് നന്നായിട്ട് കുറച്ച് വൈറ്റമിൻ ഇയുടെ സ്കിൻ കെയറിൻ്റെ തന്നെ വൈറ്റമിൻ ഇ ഓയിൽ കിട്ടും. അല്ലെങ്കിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ഉണ്ടല്ലോ, ലിവിയോ എന്ന് പറയുന്ന ക്യാപ്സൂൾ, അത് സ്ക്വീസ് ചെയ്ത് കുറച്ച് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചാൽ നമുക്കൊരു ഈ പാക്കൊക്കെ ഇട്ടിട്ട് ഒരു നാച്ചുറൽ ഒരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് അലോവേരയും ഈ വൈറ്റമിൻ ഇയും കൂടെ മിക്സ് ചെയ്യുന്നതിനകത്ത് കുറച്ച് ഗ്ലിസറിനും കൂടെ ഒക്കെ ആയിട്ട് ആഡ് ചെയ്ത് ഒരു ഫേസ് പാക്കായിട്ടും ഒക്കെ നല്ലതാണ് ഫേസിന്. അത് ഒത്തിരി സ്കിന്നിന് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരാളുടെ കാര്യം ഒരിക്കലും മറക്കരുത്, നമ്മൾ കഴുത്തിനോട് നമ്മൾ ഒരിക്കലും നന്ദികേട് കാണിക്കാൻ പാടില്ല കേട്ടോ. കാരണം ഈ കഴുത്തുള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ ഈ തലയും മുഖവും ഒക്കെ ഈ സ്ഥാനത്തിരിക്കുന്നത്. കഴുത്തില്ലെങ്കിൽ തലയില്ല, മുഖമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് കഴുത്തിനെയും കൂടെ നമ്മൾ കെയർ ചെയ്യുക. എപ്പോഴും നമ്മൾ മുഖത്ത് ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ കുറച്ച് അപ്ലൈ ചെയ്യണം. അപ്പോൾ 2 നിറമൊക്കെ ആയിട്ട് ഇരിക്കാതെ, മുഖത്തൊരു നിറം കഴുത്തിന് വേറൊരു നിറമൊക്കെ ആയിട്ട് ഇരിക്കാതെ ഇരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ഇന്ത്യക്ക് നമ്മൾ അകത്തോട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. പുറത്തോട്ട് കൊടുക്കുന്നതിലും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലതായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ചെയ്ത് എപ്പോഴും നമ്മുടെ സ്കിന്നിനെ വെക്കുക. പിന്നെ ഒരു ഗ്രീൻ ടീ എങ്കിലും ഒരു ദിവസം കുടിക്കാൻ നോക്കുക. ഒത്തിരിയല്ല, ഒരു ഗ്രീൻ ടീ. അപ്പോൾ അത് നമുക്ക് അതിനെ കുറച്ച് ഗ്രീൻ ടീ ഒക്കെ ഇഷ്ടമില്ലാത്തവർക്ക് അതിനെ കൂടുതൽ ടേസ്റ്റി ആയിട്ട് കുടിക്കാൻ പല വേലകളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡുകളിലൊക്കെ ആരെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ പറഞ്ഞാൽ അത് തന്നെയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ നെല്ലിക്ക കൊണ്ടുള്ള ഒരു നെല്ലിക്ക ഒരു ദിവസം കഴിക്കാൻ ശ്രമിക്കുക. ഞാനൊക്കെ ഇവിടെ ഇന്ത്യൻ കടയിൽ നിന്ന് ഫ്രോസൺ നെല്ലിക്ക മേടിക്കുന്നത്. അപ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ നല്ല ഫ്രഷ് നെല്ലിക്ക കിട്ടുമല്ലോ. അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നെല്ലിക്കായ്ക്കകത്ത് ഒരു ഇച്ചിരി കറിവേപ്പില ഇച്ചിരി ജീരകവും ഒക്കെ ഇട്ട് അടിച്ച് ഒരു വെള്ളം ഇട്ട് അടിച്ചിട്ട് ഒരു ഡ്രിങ്കായിട്ട് കുടിക്കുക. പിന്നെ നെല്ലിക്കായും പിന്നെ എള്ളും അങ്ങനെ കുറേ റോസ്റ്റഡ് സീഡ്സും എല്ലാം ഇട്ടൊരു ഡേറ്റ്സും ഒക്കെ ഇട്ട് നല്ലൊരു സ്മൂത്തി, അത് ഞാൻ ഈയിടെ കണ്ടുപിടിച്ചത്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതും എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കേണ്ടതാണ്. അതൊക്കെ ഒത്തിരി നമ്മുടെ സ്കിന്നിന് ഹെൽത്തിന് ഒക്കെ ഒത്തിരി നല്ല കാര്യങ്ങളാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വേറെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ വരുന്ന എപ്പിസോഡുകളിൽ എപ്പോഴെങ്കിലുമൊക്കെ മുമ്പോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ വേറെ എന്തെങ്കിലുമൊക്കെയായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ.